Hello viewers. Mango shop collections just collections. Happy Saturday. Just collection designs. What's it? Just designs of gram total weight net weight 115 grams sir. Gross weight stoneless 115 grams. 115 grams long. 20-25 pound കാഴ്ചക്കുണ്ടല്ലോ. ഇതിന്റെ 96 grams കാസർഗോഡ് അവൈലബിൾ ആണ്. ഈ ഡിസൈൻസ് എത്ര grams? Stoneless ആക്കി 50 grams. 6.5 pound അല്ല. ബ്യാരിൽ വന്നു. ബ്യാരിൽ എത്ര 60 grams stoneless ആയിട്ട് അല്ല. 50 grams stoneless ആയിട്ട്. ചെല്ലുതാ ചെല്ലുതാ സ്പീച്ച് കേൾക്കുന്ന ഈ ഡിസൈൻസ് ജസ്റ്റ് ചെല്ലുന്ന ബ്യാരി ചെല്ലാൻ മതി. പൾക്ക് പറയല പൾക്ക് പറയല അല്ല പൾക്ക് പറയാനല്ലേ. എത്ര വെയിറ്റ്? 123 grams ആ. സ്റ്റോൺ അല്ല സ്റ്റോൺലെസ് ആക്കിയത്. ഗ്രോസ് വെയിറ്റ് നെറ്റ് വെയിറ്റ് എത്ര ഇത്? 12 പവൻ്റെ കയ്യിൽ 12 പവൻ്റെ നെക്ലെസ് ആണ്. നെയ്മ ചോദിക്കുന്നുള്ളൂ. ഫേമസാ നെയ്മ കമന്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോളത്തെ 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 ഇത് 74 grams. എത്ര? 74 gross weight. 74 grams. Net weight 62. 62 7.5 pound മീഡിയം നെക്ലസ് ആട്ടത്. ഇട് ഏതൊക്കെ ടാഗില്ല. അത് 96 grams ടാഗ് ഇട്ടൊക്കെ നല്ല ഉണ്ടല്ലോ നെക്ലസ്. നെക്സ്റ്റ് ഈ ഡിസൈൻസ് ആണ് 96 grams അല്ല. ഇതെടുത്ത് പ്രീമിയം ആൻറ്റിക്സ് ലോങ് മൾട്ടി നെക്ലസ് ആണ്. 76 grams. ഇത് gross weight 98 grams ഉണ്ട്. Net weight 83 grams. പ്രീമിയം അല്ല. പെൻഡന്റ് ലോക്കർ പിടിക്കുക പെൻഡന്റ്. നെക്സ്റ്റ് സ്പെഷ്യൽ
എടുത്തു കൊടുത്താൽ ഇങ്ങനെ പൊട്ടിക്കല്ലേ എത്ര വെയിറ്റ് ഇത് ഗ്രോസ് വെയിറ്റ് 130 grams. 130 grams വരുന്നത് സ്റ്റോൺലെസ് 25 gram സ്റ്റോൺലെസ് 105 13 പവന്റെ നെക്ലസ് ആണ് 13 പ്രീമിയം മാനിക് നെക്ലസ് ആണ് ജസ്റ്റ് പേരൊക്കെ ഇതാണ്ട ബ്രൈഡൽ നല്ല ഉണ്ടാവും ഈ നെക്ലസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ നെക്ലസ് ലോക്കറ്റ് പെൻഡന്റ് എത്ര 40 grams 41 grams. സ്റ്റോൺലെസ് Stoneless weight 44. കേൾക്കുന്നില്ലേ ഇത് നോക്കാം ഇത് ഗ്രോസ് വെയിറ്റ് 44 grams. നെറ്റ് വെയിറ്റ് 40 grams 5 പവൻ. ബാംഗിൾസ് ഇത് നോക്കൂ ഇത് ഗ്രോസ് വെയിറ്റ് 104 grams. പിന്നെ നെറ്റ് വെയിറ്റ് 81 grams. 10 പൗണ്ടും 1 ഗ്രാം യാറുണ്ട്. എത്ര വെയിറ്റ് അത് 42 ഗ്രോസ് വെയിറ്റ് 37 നെറ്റ് വെയിറ്റ്. 4.5 പൗണ്ട് പ്രീമിയം ആൻറ്റിക്സ് അല്ല ഇതിൽ 40 grams വരുന്ന ബ്രോഡ് ബാംഗിൾസ് ആണ് 40 ഗ്രാംസിന്റെ ബ്രോഡ് ബാംഗിൾസ് ആണ് ഇതിൽ എക്സാമ്പിൾ 28 ഗ്രാംസും അവൈലബിൾ ആണ് 32 ഗ്രാംസും അവൈലബിൾ ആണ് 40 ഗ്രാംസ് ബ്രോഡ് ആണ് 80 ഗ്രാംസ് വരുന്നത് 60 ഗ്രാംസിന് മുമ്പല്ല 160 ഗ്രാംസിന്റെ വന്നുകൊണ്ട് ബാംഗിൾസ് ആണ് ബ്രോഡ് ഒരു കൈക്ക് ഫുള്ള് തന്നെ ഇത് അങ്ങനെ ഡ്രോയിങ് പോകാതെ ഇത് 20 ഗ്രാംസിന്റെ ബാംഗിൾസ് ആണ് കുറവാ 20 ഗ്രാംസിന്റെ ബാംഗിൾസ് ആണത് ഇതിന്റെ പ്രീമിയം ആൻറ്റിക്സ് ഐറ്റംസ് ആണ് ആവശ്യമില്ല അങ്ങനെ ഇത് നോക്കൂ ഇത് 65 grams ഗ്രോസ് വെയിറ്റ് കേൾക്കുന്നില്ല നെറ്റ് വെയിറ്റ് 62 grams. സൗണ്ട് കേൾക്കുന്നില്ലേ
40 grams ആണ്. ഇതിലോ 10-11 ഗ്രാംസ് വരുന്ന നെക്ലസ് ആണ്. ഇതിലോ 11 ഗ്രാംസ് 11 ഗ്രാംസേ ഉള്ളൂ. ഇതിൽ 8-9 ഗ്രാംസേ ഉള്ളൂ. ഇത് മാംഗ്ലൂർ ഷോറൂം കേട്ടോ. ഇതിൽ വരുന്നത് എക്സാമ്പിൾ 30 ഗ്രാംസ് ബിലോ 4 പവനിലെ യു ഷേപ്പ് ലോങ് നെക്ലസ്. നല്ല കാഴ്ചയൊക്കെ ഉണ്ടത്. 3.25 പവനേ ഉള്ളൂ. 3.25 പവനേ ഉള്ളൂ. നല്ല കാഴ്ചയൊക്കെ ഉണ്ടല്ലോ. ഇത് 10 ഗ്രാംസ് 8 ഗ്രാംസ് 7 ഗ്രാംസ് എല്ലാം വരുന്ന നെക്ലസ് ആണിത്. അത്ര ലൈറ്റ് വെയിറ്റ്. മുമ്പിൽ 2 പവൻ 3 പവനിൽ വന്നുകൊണ്ട് ഐറ്റംസ് ആണ്. ഇപ്പോഴത്തെ വെയിറ്റ് ഇതെല്ലാം 15 ഗ്രാംസ് ആണ്. 15 ഗ്രാംസ് സ്റ്റോൺ ലെസ് ആക്കിട്ടാ. 22 ഗ്രാംസ് ഉണ്ട്. 7-8 ഗ്രാം സ്റ്റോൺ ലെസ് ആക്കി 15 ഗ്രാം ബിലോ 2 പവന്റെ ഇത്ര ബ്രോഡ് നെക്ലസ് ആണ്. ഒരു 10 ഗ്രാംസിൽ വരുന്ന 10-11 ഗ്രാംസിൽ വരുന്ന 12 ഗ്രാംസിൽ വരുന്ന നെക്ലസ് ആണ് ഇവ. ഇത്ര കാഴ്ചക്കുള്ളത്. ഇത് നമ്മുടെ ഈ പുത്തൂർ സ്റ്റൈലില്ല, പുത്തൂർ ഉപ്പിനങ്ങാടി ഉടുപ്പിനപ്പോ കുന്താപ്പുറ ഇവിടെല്ലാം വരുന്ന കസ്റ്റമേഴ്സിൽ വരുന്നത്. ഇതിൽ അധികം ജ്വല്ലറീസ് ഇതെല്ലാം കാരണം ഹെവി വെയിറ്റിലാണ് കൊടുക്കല് ഐറ്റംസ് ഓർഡേഴ്സ്. അല്ല 80 ഗ്രാം 72 ഗ്രാംസ് 120 ഗ്രാംസ്. പക്ഷേ എമിറേറ്റ്സിലുള്ളത് ഐറ്റംസ് 45 ഗ്രാംസിന്റെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് പണ്ടത്തെ ട്രഡീഷണൽ ഇതാണ് മിന്നി ബെൽറ്റ് എന്ന് പറയും. കിട്ടുന്ന കട്ടാവും 3.25 അതിനങ്ങാട്ട് നല്ലോണം കാഴ്ചക്കാക്കിയില്ല, കട്ടായി പോകും. ചെയ്യാം. ഇത് 12 ഗ്രാം 16 ഗ്രാംസിലെ വരുന്ന ഷൂ കാട്ടിക്കുണ്ടാവും. ബെൽറ്റാണ്. ഇതിൽ മഹർക്ക് അങ്ങനെ എക്സാമ്പിൾ ഇതിൽ മേക്കിംഗ് ചാർജസ് വളരെ കുറവാണ്. 5% 6% അങ്ങനെ വരുന്ന സാധനമാണ്. നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. എത്ര വെയിറ്റ് എന്താ? ഫോർ പവൻ 5 പവനിലെ വരുന്ന നെക്ലസ് ആണിത്. 36 ഗ്രാംസ് ഇത് ഡിസ്പ്ലേക്ക്. നാല് പവന്റെ നെക്ലസ് ആണ് ഇത്. 4 പവനാണ് കേട്ടോ. 32 ഗ്രാംസ് ലോങ് ആണ്. ഇതിലോ 5 ഗ്രാംസ് 6 ഗ്രാംസിൽ വരുന്ന നെക്ലസ് ആണ്. ഇപ്പൊ ഗോൾഡ് റേറ്റ് ഇത്ര ഹൈ ഐറ്റം പോലോ ഈ 5 ഗ്രാംസ് 57 58,000 60,000 വരുന്ന നെക്ലസ് കണ്ട. ഇത്ര ലൈറ്റ് വെയിറ്റ്, ഇത്ര കാഴ്ചകൾ പൊലിമയില് കാണാൻ ബിഗ് സൈസ് ഉണ്ട്. പക്ഷെ വെയിറ്റ് വളരെ കുറവാണ്. അതിൽ മഹർ കൊടുക്കാനല്ലോ അധികമാണ്. 5 ഗ്രാം 6 ഗ്രാംസ് ഉണ്ടോ മേമ. ഇതിന്റെ ഒരു വേറൊരാണ്. ഈ ഫിനിഷിംഗ് ഡിഫറൻസ് ഉണ്ട്. ഇത് 8 ഗ്രാംസ് ആണ്. ഈ ഫിനിഷിംഗ് പോളിഷിംഗ് ഡിഫറൻസ് ഉണ്ട്. 8 ഗ്രാംസ് ആണ്. ഇത് അധികം ജ്വല്ലേഴ്സിൽ വന്നിട്ടുണ്ടായില്ല. അധികം ജ്വല്ലേഴ്സിൽ ഇപ്പൊ വരുന്നത് ഇതാണ്. പക്ഷെ ഇത്ര ലൈറ്റ് വെയിറ്റ് കിട്ടില്ല. നിങ്ങൾ അധികം അതേഴ്സ് ജ്വല്ലേഴ്സിൽ പോകുമ്പോൾ 10, 11, 12 ഗ്രാംസിൽ വരും. ഈ 5 ഗ്രാം 6 ഗ്രാംസിൽ വരില്ല. ഇത്ര കാഴ്ചക്കുള്ള നെക്ലസ്. ഇത് അധികം പോകുന്നത് കർണാടക, പിന്നെ അതുപോലെ തമിഴ്നാടു ഈ ഏരിയയിലാണ് കൂടുതൽ പോകുന്നത്. ഇതിൽ 14 ഗ്രാംസ് 12 ഗ്രാംസ് ഈ വരുന്നതാണ്. ഇതിൽ 14, 16 ഗ്രാംസിൽ വരുന്ന നെക്ലസ് ആണിത്. ലൈറ്റ് വെയിറ്റ് ആണ്. ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബെസ്റ്റ് ഐറ്റംസ് ആണിത്. നിങ്ങളോട് ഡയറക്റ്റ് പറയാം. കരിമണി അല്ലേ സെറ്റ് ആയിട്ടില്ല. ഇത് റിംഗ് സെറ്റ് ആണ്. 4, 5, 6 ഗ്രാംസിൽ വരുന്നതാണ്. റിംഗ് സെറ്റ് 2 ലൈൻ 3 ലൈൻസ് ഇങ്ങനെ അങ്ങനെ വരുന്നതാണ്. ബാഗിലൊന്നും പറയണ്ട. ലൈറ്റ് വെയിറ്റ് ഗിഫ്റ്റ് ബെസ്റ്റ് ഓപ്പറേഷൻ ആണ്.
കസ്റ്റമർ വന്നിട്ടുണ്ടായി വെച്ചിട്ട് ഇത് 19, 12, 16, 19 ഗ്രാംസ് എല്ലാം വരുന്ന ഐറ്റംസ് ആണ്. 2 റിങ്സ് ആണ്. ഇത് 3 ലൈൻസ് ഉണ്ടെന്നല്ലേ? 3 ലൈൻസ് 2 അത്. ഇത് 24 ഗ്രാംസ് ആണ്. ഇത് 15 ഗ്രാംസ് ആണ്. 15 ഗ്രാംസിന്റെ ഫിനിഷ് നോക്കിയാൽ മതി. വോയിസ് നോക്കുന്നല്ലാണ്ട് ഇത് ഒരാൾ ലൈക്ക് ചെയ്യാറുണ്ടല്ലോ. ഒരു ഗീവ് അവേ ആക്കുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഗീവ് അവേയിൽ ക്യാഷ് പ്രൈസ് ആണ് ഗീവ് അവേ. 7 days ആണ് ഗീവ് അവേ ഉള്ളത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇത് എത്ര ഗ്രാംസ്? ഏപ്രിൽ 19. ഇത് എത്ര ഗ്രാംസ്? ഇത് 7 ഗ്രാംസാ. സോ ഇല്ലേ ആ പേൾ എടുത്ത് 2 പേൾ നെക്ലസ് ഇല്ലേ? ഇതിൽ ബാങ്ക് ലീഫ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള 6,000 ഇത്ര ഗോൾഡ് റേറ്റ് വരുമ്പോൾ 6,500 rupees വരുന്ന ഐറ്റംസ് നമ്മൾ കയ്യിൽ വെക്കുന്നത്. 2 പേൾ. ആ ഇത് 1.25 പവന. ഒരു 2 ഗ്രാം 3 ഗ്രാം ഉണ്ടെന്ന്. ഗോൾഡ് വെയിറ്റ് അത് പോയാ? എത്ര ഗ്രാംസ് ചെയ്തിട്ടുണ്ടായത്? ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബെസ്റ്റ് ആണ്. ഇതിൽ 6,500 rupees ആണ്. ഇതൊരു ബാർ ഐറ്റംസ് കാണാം. ഇത് കൂടുതൽ ഇത് എത്ര വെയിറ്റ് ചെയ്യുന്നു? ഇപ്പൊ സ്റ്റോൺലെസ് ആക്കിട്ട് ഇത് 1 പവന്റെ നെക്ലേസ് ആണ്. ഇത് 2.5 ഗ്രാം 3 ഗ്രാം 3.5 ഗ്രാം അങ്ങോട്ടേ ജസ്റ്റ് വിയർ ആക്കോ. ഓർഡർ ആക്കിയിട്ടില്ലത്. ഇതിൽ ഇതുപോലത്തെ കളക്ഷൻസ് കുറെ വരുന്നുണ്ട്, അവൈലബിൾ ആണ്. ഇതിൽ 7,800 7,800 rupeesന്റെ ഗോൾഡ്. നിങ്ങൾ ഇത് എവിടെ കിട്ടില്ല, ഇമ്പോർട്ടഡ് ആണ്. 7,400 rupeesന്റെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബെസ്റ്റ് ഐറ്റംസ് ആണ്. ഇത് മാംഗ്ലൂർ ഷോറൂംസിലാണ് അവൈലബിൾ ഉള്ളത്. ഇത് കയ്യിൽ വെക്കുന്നത് മറ്റേ കയ്യിലിങ്ങനെ വെച്ചാൽ എല്ലാധികം ഓൺലൈനായിട്ട് പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അത് ഇത് കുറച്ച് റേറ്റ് കൂടും. 19,000 20,000 സംതിങ് ആവറേജ് വരും. ഇതിൽ കളക്ഷൻസ് എമിറേറ്റ്സിനെ കാണാൻ പറ്റുള്ളൂ. വേറെ ഒരു കളക്ഷൻസും കിട്ടാൻ ചാൻസസ് ഇല്ല. അത് മാറ്റി വെച്ച മിസ്റ്റർ റാഷി ആയാക്കും. റഷ്യന് കുറെ ഫാൻസ് ഉണ്ട്. ഇത് 8 ഗ്രാംസ് അല്ലേ? നമ്മൾ കൈക്ക് വെച്ച 8 ഗ്രാംസ് അല്ലേ? 8 ഗ്രാംസ് ഇട്ടത്. ഇത് 10 ഗ്രാംസും അവൈലബിൾ ആണ്, 12 ഗ്രാംസും അവൈലബിൾ ആണ്. സ്റ്റോൺസ് കളർ മാറ്റാവുന്നതാണ് കേട്ടോ. എങ്ങനെ ചുമന്ന കസ്റ്റമർ അല്ലേ? അധിക കസ്റ്റമർ अच्छा 24 grams സ്റ്റഡ് ഉണ്ടല്ലേ? സ്റ്റഡ് എടുക്കുമല്ല. ഓക്കെ നെക്സ്റ്റ് വെച്ച് ഇതൊരു എത്ര വെയിറ്റ് ചെയ്യുന്നത്? 9,600 വരുന്നല്ല. നെക്സ്റ്റ് എടുക്കുക. നല്ല ആ ഡിസൈൻ നല്ല റേറ്റ് ആണ്. ഇതൊക്കെ മോഡൽസ് ഇതാക്കുന്ന ഐറ്റംസ് ആണ്. സ്റ്റഡ് എടുക്കുമല്ലോ. ഓക്കെ സെറ്റ് എടുക്കണമല്ല. കളക്ഷൻസ് കണ്ടു. ഓക്കെ നെക്സ്റ്റ് വെച്ചാലോ. ആ ബ്രേസ്ലെറ്റ് പോയോ? പക്ഷേ ഇതിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാ. ഇത് 11,000-12,000 വരുന്ന ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. സ്ട്രോങ് ഉണ്ട്. 7,000 അവൈലബിൾ ആണ്.
39 സ്റ്റഡ് എടുക്കുമല്ലോ. സ്റ്റഡ് എടുക്കുക 39 grams ആണ്. അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആ ടൈപ്പ് ഇടുന്ന ഐറ്റംസ് ആണ്, വെറൈറ്റീസ്. ഇനി ഫ്യൂച്ചറിൽ അപ്ഡേഷൻ വേറെ ഐറ്റംസ് ആണ് അതല്ലോ. ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എല്ലാം നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് എക്സാമ്പിൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷനിൽ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലോ ചിലപ്പോൾ അങ്ങനെ പെർഫ്യൂംസ് കൊടുക്കും, ചിലപ്പോൾ ഡ്രസ്സ് കൊടുക്കും. അതിനെക്കാട്ടി എമിറേറ്റ്സിൻ്റെ ഓർണമെന്റ്സിനെ കൊടുത്താൽ മതി. എമിറേറ്റ്സിൻ്റെ ഓർണമെന്റ്സിന് കൊടുത്താൽ മതി. ഇത്ര ലൈറ്റ് വെയിറ്റ് കളക്ഷൻ 7,000 6,000 ഈ റേഞ്ചിൽ വരുന്നതാണ് ഈ കളക്ഷൻസ്. റേറ്റ് ഭയങ്കര കുറവാട്ടോ. ഇതൊക്കെ നല്ലുണ്ട്. ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ലോങ് ആട്ടോ, അത് സൈസ് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് വരുന്നത് 12,000 13,000 ആ റേഞ്ചിൽ വരുന്നതാണ് കളക്ഷൻസ്. ഇത് റൗണ്ട് റെക്ടാങ്കിൾ ഇതിന്റെ ബ്രേസ്ലെറ്റ് ഇല്ലെന്നോ റൗണ്ട് നല്ല ഉണ്ടാവും. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഫിനിഷിംഗ് ആണ്, ചെയിനിന്റെ ഫിനിഷിംഗ് ഡയറക്റ്റ് വരുമ്പോഴാണ്. അതൊക്കെ അല്ല പാക്കേജ് ലോങ് ആണ്, അത് ജസ്റ്റ് മടക്കി കേട്ടോ, ഫോൾഡ് ആക്കിയതാണ്. 13,000 14,000 അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇതൊന്ന് കാട്ടി ജസ്റ്റ് ഒന്നുകൂടി. ഇത് ഏറ്റവും കൂടുതൽ മൂവ് ആകുന്ന സാധനമാണ്. സ്റ്റോപ്പ് ഉണ്ട് വരുന്നത്. കഴിക്കണ്ട സ്പെഷ്യൽ. ₹6,000 വരുന്ന കേട്ടോ. ഇതാ ഞാൻ ബ്രേസ്ലെറ്റ് ഇല്ല ഉള്ളിലുള്ള എന്താ കഴിക്കുന്ന അതല്ല അത് നല്ല ഉണ്ടല്ലോ. ആയാക്കണം നിങ്ങൾ ആയാക്കണം ജസ്റ്റ് അയക്കാൻ മതി. റിംഗ് ഇട്ട് നൈമ രണ്ടുണ്ട്. സൈസ് അഡ്ജസ്റ്റബിൾ ആണ്. 2.5 grams അല്ല, സ്റ്റോൺലെസ് 2.5 grams ആണ്. ഇതിന് മുമ്പിലെ 4 grams വന്നുകൊണ്ട് ഐറ്റംസ് ആണ്. ഡെയിലി യൂസ് ചെയ്യാം. 4-5 റിംഗ് ഒന്ന് ചിട്ടോ, 4-5 കളേഴ്സ്. അപ്പോൾ അതിന്റെ വെറൈറ്റി മനസ്സിലാവും. ഹായ് ഇങ്ങനെ ഹായ് ഇങ്ങോട്ട് ബാണ്ടാത്തുണ്ടാക്കുന്നത് മാറിയ റിങ്സ് വേറെ കളേഴ്സ് ശരി വെരി വെരി അമാരുണ്ടാ ബാക്കിയിലെ 2.5 grams ഉള്ളത്. ഇതൊന്നും എടുക്കോ. $380 million 4,500 അങ്ങനെ ആവറേജ് വരില്ലേ. ഇത് ആവറേജ് ഒരു 4,000 5,000 റേഞ്ചിൽ വരുന്ന റിങ്സ് ആണ്. ലൈറ്റ് വെയിറ്റ്. ഗിഫ്റ്റ് കാണുമ്പോൾ നല്ല വലുതുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാൻ ബെസ്റ്റ് ആണ്. ജെൻസ് റിംഗ് അല്ല, കർണാടകയിൽ പോകുന്ന ജെൻസ് റിംഗ്. പക്ഷെ ഇത് വെയിറ്റ് കൂടിയാണ്. 2-3 grams എടുക്കുക. കാണുമ്പോൾ നമ്മളിട്ട് ഇതിലധികം ഔട്ട്സൈഡിൽ ബോംബെയിൽ സൈഡിൽ പോകുമ്പോൾ 16 grams വരുന്നത് തൂക്കം. 16 grams 10 grams ഇത് 3 grams ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലോ അല്ലേ. നല്ല കാഴ്ചയൊക്കെ ഉണ്ടല്ലോ.
ഇത് 4 gram 5 gram 3.5 grams വരുന്ന റിങ്സ് ആണ്. 2.5. നീ 2 പേരിലുണ്ട്, 2 പേരിലിട്ട് കെട്ടോ. ഇത് 2.4 grams. മജിച്ചാ ഹയൊക്കെ 2.4 grams. നല്ല ലൈറ്റ് വെയിറ്റ് കേട്ടോ. ഇതില് കർണാടകയിൽ 3 grams. ഇതിന്റെ വീട് ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ല. ഇതൊരു ലൈറ്റ് വെച്ചു വീഡിയോ ഇടുന്ന LV 1 gram. കുറച്ച് കളക്ഷൻ ആയിട്ട് അറിയാം, കുറേ ആയിട്ട് ഒന്ന് സിംഗിൾ ആയിട്ട് കാട്ടിക്കുമ്പോൾ എത്രയാവും? 8 grams കാണുമ്പോൾ 23. ഇതിലത് ബാംഗ്ലൂർ റെഡ്ഡി കളർ ഇടുന്നതിൽ 40 grams റിംഗ് ആയിരുന്നു. 2 grams 2.8 grams. മജീബ് അതിന്റെ കൈ നല്ല ചന്തമുണ്ട്. എത്ര മോൾഡിങ് അല്ല ട്രെയിൻ എടുത്താ ചെയ്യാൻ അങ്ങനെ വെക്കണ്ട. ഇതിൽ 4000 റിങ്സ് അവൈലബിൾ ആണ്. 4000 റുപ്പീസിൽ റിങ്സ് അവൈലബിൾ ആണ് ഇവിടെ. അല്ല 4000 5000 8000 വരുന്ന റിങ്സ് ആണ്. ഈ ഗോൾഡ് റേറ്റ് ഹൈ ആയ സമയത്ത് ഈ മോൾഡിങ് എടുക്കുക നല്ല ഉണ്ടല്ലോ. ഇത് ഇപ്പോൾ എടുത്തു 2 വേണം 8.5 ಯಾರಿಗೆಂದು ಬರೆಯಂತ ಎಲ್ಲೋ 9000 5000 നല്ല സ്ട്രോങ് ഡെയിലി യൂസ് ചെയ്യട്ടാ. നല്ല സ്ട്രോങ് ഉള്ളതാണ് അല്ലേ? ഇതിട്ടെ ഫിംഗർ എടുത്തിനാ ഡെയിലി യൂസ് ആക്കുന്നത്. അതിന്റെ ആപ്പുകളില്ല അതുപോലത്തെ. ഞാൻ നെക്ലസ് എടുത്തത്, ക്യാൻവസ് നെക്ലസ്. ഡെയിലി യൂസ് ചെയ്യാം എന്താവില്ല. ഞാൻ എടുത്തിട്ടുണ്ടാ നീ അഭിപ്രായം പറഞ്ഞാൽ ട്രസ്റ്റിലാക്കുമോ? ഡെയിലി യൂസ് ആക്കുന്നുണ്ടാ? ഡെയിലി കണ്ടിന്യൂസ് ആക്കുന്നു? 2 months ആയി. ഇതിന്റെ സ്റ്റാർ ഇല്ല, സ്റ്റംപ് പോലത്തെ 3 wickets പോലത്തെ ഒന്നുണ്ടല്ലോ. ഇതെവിടെ ഇവിടെ ഈ ഫസ്റ്റില്ല അതോടി ഇതോടി അത്രയുള്ളൂ. ഇത് നെയ്മ അത് വെച്ചാ ജസ്റ്റ് കയ്യിലൊക്കെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അധികം ജ്വല്ലറീസ് വെക്കാൻ ചാൻസസ് ഇല്ല, കാരണം നമുക്ക് പ്രൊഡക്ഷൻ്റെ ഷൈനിൻ്റെ ഫിനിഷിങ് ചെയിനിൻ്റെ ഫിനിഷിങ് ആണ് വെറൈറ്റി. കാരണം അധികം ജ്വല്ലറീസ് ഇത് വെക്കാൻ ഇതിനെപ്പറ്റി കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അവർ വെക്കാത്തത്. ഇതിൻ്റെ ഫിനിഷിങ് ജസ്റ്റ് കൈ വിഷയം കളിക്കണം. ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബെസ്റ്റ് ഐറ്റംസ് ആട്ടത്. 4-5 grams. ഇത് 18 karat എങ്കിൽ 3 grams വരും. ഇത് നല്ല ഉണ്ട്, ഇതിന്റെ ചേർത്തുണ്ട്. ഇതെത്ത ഡയമണ്ട് ഫിനിഷിംഗ് പെർഫെക്ഷൻ ഉണ്ട്. സ്റ്റോൺ വെച്ചതിന്റെ പെർഫെക്ഷനും സൂപ്പറാണ്. എത്ര വേണം? അത് 4 grams. ഇത് 18 karat എങ്കിൽ 2.5 grams വരും. എത്ര ഗ്രാംസ്? 3 grams 930 milli. ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. നിങ്ങൾ ജസ്റ്റ് ഡിസൈൻസ് ഇടുമ്പോൾ കുറേ ഇടുന്നുണ്ട്, കളക്ഷൻ ആയിട്ട് ഒന്ന് കൊടുത്താൽ മതി. നല്ല ഡ്രോപ്പ് ടൈപ്പ് സ്റ്റാർ കടിച്ച ഇതെല്ലാം വെയിറ്റ് ഉണ്ടല്ലോ ജെൻസിന്റെ ബ്രേസ്ലെറ്റ്. അല്ല അങ്ങനെ ട്രൈ എടുക്കാനല്ല. 2 പവനുള്ളൂ. ഇത് 2 പവനേ ഉള്ളൂ. 2 പവനുള്ളൂ. ഷാക്ക് പറഞ്ഞിട്ടാ ഇല്ല. അധികം ബോംബെക്കാരിൽ ഇടുന്ന പറയുന്നത് 80 grams അങ്ങനെ വരുന്നതാണ്. അവർക്ക് അയക്കി ഇടുന്നത് 80 grams. അത്ര വെയിറ്റ് ഉണ്ട്. അത് ഷോക്കാണ്. വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ഉണ്ട്. 19 grams ആ? 19 grams ഉള്ളൂ അല്ലേ? നല്ല കാഴ്ച. ഇത് കൊണ്ട് ഫിനിഷിംഗ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആയാലും ഫിനിഷിംഗ് കുറയുന്നില്ല, ഫിനിഷിംഗ് ഉണ്ടല്ലേ. ഇത് പെൻസിന്റെ ഇത് 2 പവനാ? പക്ഷെ കൈക്ക് വെക്കോ ജെൻസ് യൂണിസെക്സ് ആയിട്ട് വെക്കാം. 2 പവനല്ലേ? 2 പവൻ 15 gram. ബാക്കിലുള്ള അത് ഗ്രാംസ്
അല്ല അതങ്ങനെ എടുത്തോ. ട്രൈ ഒന്ന് കാണിച്ച് ഫുൾ എടുത്തോ. ട്രൈ എടുത്തോ. ഇത് 2 പൗണ്ട് ഉണ്ട്. ഇത് കുറവിലും വരുന്നു. അല്ല ഇത് 8 ഗ്രാംസ് ഇപ്പൊ കാണിച്ചില്ല ഓൾറെഡി. കാണിച്ചല്ലേ? ഇപ്പൊ ഓൾറെഡി 8 ഗ്രാംസ്. ഇത് 2 പൗണ്ട് താഴെയുള്ളതാണ്. ജസ്റ്റ് കയ്യിൽ വെച്ച്. ഇത് ബിഗ് സൈസ് കേട്ടോ. ഇതിൽ എത്ര ഗ്രാംസ്? 10 ഗ്രാംസിൽ വരുന്ന ഐറ്റംസ് അല്ലേ? 10 grams. ഈ വാക്സ് 3 gram 2 ഗ്രാംസ് ഇല്ല. കാസർഗോഡ് ഷോറൂമിലില്ലല്ലോ ഐറ്റംസ്. നല്ല ഉണ്ട്. ഇതെല്ലാം 916 HID ഹോൾ മാർക്കുള്ള ഐറ്റംസ് ആണ്. ജസ്റ്റ് കയ്യിൽ വെക്കേ. 2 ഗ്രാംസ് 3 ഗ്രാംസ് എല്ലാം വരുന്ന ഡെയിലി യൂസ് ഫംഗ്ഷൻ യൂസ് ആക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് ആണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് ബാക്ക് ടു ബാക്ക് വെച്ച്. റോഡിയംസ് ആണ്. കാണുമ്പോൾ സ്റ്റോൺസ് ഉള്ള പോലെ ഉണ്ട്. സ്റ്റോൺസ് അല്ല കേട്ടോ. ഇതിങ്ങനെ വേണ്ടത് 2 ഗ്രാംസ് 3 ഗ്രാംസ് വരുന്നത്. ഇത് കാണുമ്പോൾ സ്റ്റോൺസ് അല്ല, ഫുള്ള് ഗോൾഡ് ആണ്. ഫ്യൂച്ചർ റിട്ടേൺ കൊടുക്കുമ്പോൾ 1 മില്ലി പോലും ഡിഡക്ഷൻ ആവുന്നതല്ല. ഡെയിലി എടുക്കാൻ ബെസ്റ്റ് ആയിട്ട് ബാക്സ് കിട്ടുമോ? 9,000 8,000 മാംഗ്ലൂർ ഷോറൂമിലാണ്. ഇതെടുത്ത കളേഴ്സ് വലിയ വാച്ചുകളുള്ള വലിയ വാച്ച്. എത്ര വലിയ വാച്ച് എടുക്കുന്നത്? ഇത്ര വലിയ വാച്ച് കിട്ടുന്നേ? ആ എന്റെ പേരുണ്ട്. നെയിം ചെല്ലു. ഇലാൻ ചെല്ലിക്ക. ഇത് നോക്കൂ, ഇതൊരു പുതിയ കളറിൽ വന്നത്. ഇതിലെത്ര? 3.5 grams. ಇದೆಲ್ಲ ನೋಡ್ಕೊಡ್ರಿ. ಇದು ನಿಂಗೆ ಗಿಫ್ಟ್ ಕೊಡ್ಕೋಗಲ್ಲ ಬೆಸ್ಟ್ ಐಟಮ್. ಪೂಜಾ ಹಾಯಕ್ ಇದು ನೋಡ್ಕೊರು. ഇതിൽ 9,800 8,500 റുപ്പീസ് ഇങ്ങനെ വരുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. മെറൂൺ പിങ്ക് കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. പിങ്ക് ഷർട്ട്സിൽ എത്ര റേറ്റ് വരുന്നു? 2 ഗ്രാംസ് ഏതാ? എത്ര ഗ്രാംസ്? ഇത് 2-3 gram. 2 gram 2.5 ഗ്രാംസ് ഉണ്ടോ? ഇത് സ്റ്റോൺസ് അല്ല, റോഡിയംസ് ആണ്. ഫുൾ ഗോൾഡൻ അല്ല, ഫുള്ള് ഗോൾഡ് ഉണ്ട്. സ്റ്റോൺസ് ഇല്ലാണല്ലോ. അത് 9 ചെയ്തിട്ട് 3.16 ആവശ്യമാണ്. കുറച്ച് 300 ഡിസ്കൗണ്ട് അല്ലേ? കാരണം ആയിക്കോട്ടെ. 8 ഗ്രാംസിലുള്ള ബാംഗിൾസ് ഉണ്ടല്ലോ. നെയ്മ ഈ കളക്ഷൻസ് മുഷറ, ഈ കളക്ഷൻസ് ഒന്ന് കാണിച്ചെടുക്കാം. ಇದು ನೋಡ್ಕೊರು. ಎಷ್ಟು ಬಿಡು. ಕಾಣಗು ಡೈಮಂಡ್ ಫಿನಿಶಿಂಗ್ ಉಂಟು. ಸ್ಟಾರ್ಟಿಂಗ್ ಪ್ರೈಸ್ 6 ಗ್ರಾಮ್. ಸ್ಟಾರ್ಟಿಂಗ್ 6 ಗ್ರಾಮ್ 3 ಪೌಂಡ್ ಸ್ಟಾರ್ಟ್ ಅವರು 3 ಪೌಂಡ್ ಸ್ಟಾರ್ಟಿಂಗ್. കാണിക്കണ ലൈവില് ആര്? ഹൈനിയസ് മിയസ് ഹായക്ക്. കാണിക്കണം. ഇവരുടെ ലൈവ് നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു ലൈവ് നോക്കിക്കൊണ്ടിരിക്കണം. 53,800 ആക്കിയില്ല. 3,800. ಇದು ನೋಡ್ಕೊ 27 ಗ್ರಾಮ್ಸ್ ಸಿಲ್ವರ್ ಬ್ಯಾಂಗಲ್. ನೆಟ್ ವೆಯ್ಟ್ 27, ಗ್ರಾಸ್ ವೆಯ್ಟ್ 31.
ഫിനിഷിംഗ് നോക്കും. ഇത് പ്രീമിയം ആൻറ്റിക്കൽ ബണ്ട് ബാങ്ക് ഇതാ ഇത് കാണിച്ചു. ഇത് പുതിയ കളക്ഷൻസ് അല്ലേ. സ്റ്റോൺസ് ഒന്നും ഇല്ല. ഫുൾ ഇത് റോഡിയം ഫിനിഷിങ്. കാണുമ്പോൾ സ്റ്റോൺസ് പോലെ കണ്ടു, ബട്ട് സ്റ്റോൺസ് ഒന്നും അല്ല. ഇതിലെത്ര ഗ്രാം? ഇതിൽ 18 ഗ്രാമേ ഉള്ളൂ. ജണ്ടേ കാ പവൻ വേണ്ടതില്ല. ഇത് വാച്ച് ടൈപ്പ് ബാങ്ക്. ഇത് ഗ്രോസ് വെയിറ്റ് 34 ഉണ്ട്, നെറ്റ് വെയിറ്റ് 33. കൈക്ക് പോയോ ഇല്ല. ಇಲ್ಲ ನಾರ್ಮಲ್ ಇಟ್ಟಂಗದ ಬ್ಯಾಂಗಲ್ സ്ക്രൂ ടൈപ്പില് ನಾರ್ಮಲ್ ನೋಡ್ಕೊಂಡು ಬ್ರಾಸ್ಲೆಟ್ പോലെ കണ്ട് ഇട്ടങ്ങത് ബാങ്കൽ ಅವರು മാജിക് മാജിക് ഔട്ട്. ഇത് അത് കാണിച്ച സിംഗിള് പ്രീമിയം ആന്റിക്സ് എല്ലാം കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എമിറേറ്റ്സിന്റെ മാംഗ്ലൂർ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കാണിച്ചിട്ടല്ല നൈമ ഈ ഡിസൈൻസ്. ഇത് പിന്നെ ഭയങ്കര എൻക്വയറി വന്ന ഐറ്റംസ് അല്ലത്. ഇതെല്ലാം ജ്വല്ലറിങ് പോയെങ്കിലേ ഇത് എക്സാമ്പിള് ഇത് പകുതിയെങ്കിൽ 64 ഗ്രാംസ്, ഇത് 80 ഗ്രാംസ് 72 ഗ്രാംസ് വരുന്നതാണ്. ഇത് 64 ഗ്രാംസും ഇവിടെ ഇത് 64 ഗ്രാംസും ഉണ്ടല്ലോ. ഇത് ഏത് ജ്വല്ലറീസ് പോയാലും നിങ്ങൾ 200 ഗ്രാംസിൽ വരുന്ന നെക്ലസ് ആണ്. ഇതിന്റെ വെയിറ്റ് എന്നത് 107 ഗ്രാംസ് അല്ല, 13 പവനിലുള്ള നെക്ലസ് ആണ്. പതിമൂന്ന് പവനല്ല, കുറേ കുറഞ്ഞ നല്ല നല്ലോണം കുറഞ്ഞ മാക്സിമം ഇപ്പൊ ആരും കമന്റ് ഇട്ടോ ഇല്ലല്ലേ? ಕಮೆಂಟ್ ಇಡೋರು. ಇದು ನೋಕೋ ಇದ್ಲೆತ್ತರ 24 ಗ್ರಾಮ್ಸ್ ಉಂಟು. 3 ಪವನ್ ರೋ ಬ್ರೇಸ್ಲೆಟ್. ಇದು ನೋಕೋರು, ಇದಲು 94 ಗ್ರಾಮ್ಸ್. ಕಸ್ಟಮರ್ಗೆ ಇದು ನೋಕೋರು ಸೆಟ್. बेबी बैंगल्स काटो नोको बेबी बैंगल्स. हाय हाय हाय, व्हाट्स योर नेम? निन्न पेरु अफनाना. निन्न पेरु इलान. ಬೇಬಿ ಬ್ಯಾಂಗಲ್ಸ್ ಇದೆಲ್ಲ ಸ್ಟಾರ್ಟಿಂಗ್ ನಿಂಗೆ 1 ಗ್ರಾಮ್ಸ್ಲೆಲ್ಲ ಬಂದ ಬೇಬಿ ಬ್ಯಾಂಗಲ್ಸ್. ജസ്റ്റ് ലൈവ് കിട്ടുന്നല്ലേ കണ്ടിട്ട്. മാക്സിമം ഗോൾഡ് റേറ്റ് ഇപ്പോൾ ഓൾറെഡി 70 തന്നെ ഓൾറെഡി പറഞ്ഞു. 4 months മുമ്പേ പറഞ്ഞു 40,000 ഉണ്ടാകുമ്പോൾ ഓൾറെഡി പറഞ്ഞു റേറ്റ് കൂടും, എന്തായാലും കൂടുന്നു. റേറ്റ് നല്ല കയറിയിട്ടുണ്ടാകുന്നു. ഇപ്പോൾ 70,000 ഇനി 75,000 80,000 ഗോൾഡ് എന്താ ഹൈ ആവും. എന്ത് കാരണം എന്നാൽ 3 ഓപ്ഷൻ. എന്നാൽ 3 എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്ന് ഇറാൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇറാൻ അമേരിക്കൻ്റെ ഒരു വാറിലാണ്. അപ്പോൾ റഷ്യ സപ്പോർട്ട് ചെയ്യുമ്പോൾ റേറ്റ് ഇനിയും ഹൈ ആവും. അതുപോലെ
ചൈന അമേരിക്കയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 125%, അതാണ് ഇപ്പോൾ റേറ്റ് കൂടാൻ ചാൻസ് ഏറ്റവും കൂടുതൽ അറിയാൻ കാരണം. ഈ ചൈനയുടെ വ്യാപാരത്തിന്റെ ഈൽഡ് റേറ്റ് 125% ആണ് അമേരിക്ക ചൈന കിട്ടത്. 85% അവർ ഇങ്ങോട്ട് ഇട്ട്. അപ്പോൾ റേറ്റ് അതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ പറഞ്ഞാല് വരാൻ കാരണം 50 years ആയിട്ട് 55 years ആയിട്ടുള്ള ഒരു അമേരിക്കയിലെ ഒരു റൂമുണ്ട്. ഇപ്പൊ നമ്മളെ ടെമ്പിളില്ലേ, ടെമ്പിളിലെ വലിയ ടെമ്പിളില്ലേ എത്ര ഗോൾഡ് ഉള്ള പത്മനാഭ സ്വാമി ക്ഷേത്രം അല്ല, അതുപോലത്തെ ഒരു അമേരിക്കൻ സ്ഥലമുണ്ട്. 50 years ആയിട്ട് ആ ഗോൾഡ് റൂം ഒരു ഓപ്പൺ ആയിട്ടില്ല. ഇതൊരു ഇതാണ്, 50 years ആയിട്ട് ആ റൂം ഒരു ഓപ്പൺ ആക്കിയില്ല. അന്നത്തെ ഡോളർ 47 ബില്യൺ റേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ അന്ന് ഗോൾഡ് റേറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 400 rupees ആണ് ഒരു പവൻ ഉണ്ടായിരുന്നു. അന്നത്തെ ഗോൾഡ് വാല്യൂ ഇട്ടത് അത് ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല. അതിന് ഓപ്പൺ ചെയ്ത് ആ സാധനം ഗോൾഡ് അവിടെ ഇല്ലെങ്കിൽ ഇനി മാർക്കറ്റ് വാല്യൂ ഇനിയും ഹൈ ആവും. അത് അന്നത്തെ റേറ്റിൽ 55 years ആയിട്ട് ആ റൂം ഓപ്പൺ ആക്കിയിട്ടില്ല. അമേരിക്കന്റെ ഒരു മിലിറ്ററിന്റെ ഉള്ള സംഭവമാണ്. അതിപ്പോ ട്രംപ് ഇപ്പോ ഇതിൽ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പ്ലാൻ ഉണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ട് ആ ഗോൾഡ് അവിടെ ഇല്ലെങ്കിൽ റേറ്റ് ഇനിയും ഹൈ ആവും. അത് ആയില്ലെങ്കിൽ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കന്റെ ഇതാണ്. ഇതെല്ലാം കാരണം കൊണ്ടാണ് ഈ ഗോൾഡ് റേറ്റ് ഹൈ ആകാനുള്ള കാരണം. രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പൊ കയറാൻ കാര്യത്തിൽ ചൈന അമേരിക്കന്റെ പ്രോബ്ലംസ് ആണ്. വാറിന്റെ ഇഷ്യൂ, റഷ്യന്റെ റേറ്റ് കൂടാതെ 85,000 ഗോൾഡ് റേറ്റ് വരുന്നതാണ്. നിങ്ങൾ മാക്സിമം അഡ്വാൻസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. അമേരിക്ക ചൈനയിലെ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്ന അറിയില്ല. ചില പറഞ്ഞത് അപ്പോ ഭാരത കഥനാല് മാംഗ്ലൂർ ഷോറൂമിലാണ് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ എമിറേറ്റ്സ് ബോൾ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മുമ്പോട്ട് പോകാനും. എമിറേറ്റ്സിൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നല്ല വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വരി വന്ന് നോക്കി അഡ്വാൻസ് ചെയ്യും. മുന്നേ അഡ്വാൻസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫറുകളാണ്, മേക്കിംഗ് ചാർജസ് നല്ല ഓഫേഴ്സ് ഉള്ളതാണ്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വരെ എത്തിയത്. ഇനി നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വരണം. നിങ്ങൾ വേറെ എന്തെങ്കിലും ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാണെന്ന് ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗോൾഡ് റേറ്റ് കുറയുമ്പോൾ ജസ്റ്റ് കുറഞ്ഞു നോക്കണ്ട. അപ്പൊ ഞാൻ 1 week മുമ്പ് ഞാൻ ലൈവ് ഇട്ടിന്. അപ്പൊ റേറ്റ് ജസ്റ്റ് കുറയും പിന്നെ കൂടുന്ന് പറഞ്ഞ് ഓൾറെഡി ഇപ്പൊ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി റേറ്റ് ഹൈ ആവും, എന്തായാലും ഹൈ ആവും. എനി ടൈം ഗോൾഡ് വിൽക്കാൻ പറ്റുള്ള വാല്യൂ ഉള്ള ഗോൾഡ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഒരു 10 years മുമ്പ് ഒരു 15 years മുമ്പ് ഒരു 10 lakhs rupees ഒരു പ്രോപ്പർട്ടി കിട്ടി. 5 lakhsന്റെ ഹസ്ബൻഡ് കാറ് വാങ്ങിച്ചു. 5 lakhsന്റെ വൈഫ് ഗോൾഡ് വാങ്ങിച്ചു. ഈ കാറിന്റെ വാല്യൂ ഇന്നത്തെ വാല്യൂ ഒക്കെ 40,000 അത്ര കിട്ടുള്ളൂ. അത്രയും കിട്ടിയില്ല. പക്ഷെ ആ 5 lakhsന്റെ ഗോൾഡ് വാല്യൂ ഇന്നത്തെ ഗോൾഡ് 30-35 lakhs വരെ കിട്ടും. അന്ന് വാങ്ങിച്ച ഗോൾഡിന്റെ. അതാണ് ഗോൾഡിന്റെ വാല്യൂ. എനി ടൈം വിൽക്കാൻ, സ്പോട്ട് മണി ആക്കാനുള്ള ഈസി വേ ആണ്. അതുപോലെ നിങ്ങൾ ഗോൾഡ് ഇട്ടിട്ട് പുറത്ത് നോക്കുമ്പോൾ 2 ബോഡി ഗാർഡ്സും കൂടി വെക്കേണ്ടി വരും. ഗോൾഡ് യൂസ് ആക്കുമ്പോ 2 ബോഡി ഗാർഡ്സ് വെക്കണം. അത്ര റോബറി നടക്കാനുള്ള ചാൻസസ് എനിക്ക് കൂടുതലാണ്. ഓൾറെഡി ഇപ്പോൾ കാസർഗോഡ് അധികം റോബറി ചാൻസസ് കൂടുതലാണ്. എല്ലാ ഏരിയയിലും ഗോൾഡാണ് വാല്യൂ കൂടുതലുള്ള സംഭവമാണ്. അപ്പൊ കെയറാക്കുക ഗോൾഡാണ്. അപ്പൊ ചെറുതിലുമ്പോൾ കെയറാക്കി യൂസ് ആക്കാൻ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ഗോൾഡാണ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സിന് ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരു ഗിവ് അവേ ഉണ്ട്. ഗിവ് അവേ ഞാൻ ആക്കിയാൽ എല്ലാ ടൈം ഗിവ് അവേ ആക്കുന്നത് നമ്മൾ ഓൾറെഡി ഗോൾഡാണ്. ഗോൾഡ് ഗിവ് അവേ ആയിട്ട് കൊടുക്കല്. ഇപ്രാവശ്യം ക്യാഷ് ആണ് ആക്കിയത്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. ചില ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഹോസ്പിറ്റാലിറ്റി, എന്തെങ്കിലും ചിലപ്പോൾ ടൂർ പോകാനോ ചിലപ്പോൾ ഫുഡിന് ക്യാഷ് ഗിവ് അവേ ആക്കുന്നത്. ആ ഗിവ് അവേയിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ്, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ 7 days ഗിവ് അവേ ആണ്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതാക്കാം. സ്നേക്ക് ചെയിൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇനിയാണ് എമിറേറ്റ്സിൽ വരാൻ പോകുന്ന കളക്ഷൻസ്. റേറ്റ് കൂടുമ്പോൾ കസ്റ്റമർക്ക് എങ്ങനെ ഫേവർ ചെയ്ത് കൊടുക്കണം എന്ന മെന്റാലിറ്റിയിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഉണ്ടാറ്. ഇനിയാണ് എമിറേറ്റ്സിനുള്ള ഫേവറേറ്റ് നിങ്ങൾക്ക് ചെയ്ത് തരാൻ പോകുന്നത്. നിങ്ങൾ സപ്പോർട്ട് വേണ്ടത്. എസ്പെഷ്യലി കർണാടക എല്ലാ കസ്റ്റമേഴ്സും, തമിഴ്നാടും കസ്റ്റമേഴ്സും, ലോങ് ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിൽ കസ്റ്റമേഴ്സ് ചെയ്യുന്നുണ്ട്. നല്ല സപ്പോർട്ടിംഗ് ആണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് അത് മാക്സിമം ഉള്ളത്. അപ്പൊ ഇനിയാണ് കളക്ഷൻസിന് വെറൈറ്റി കളക്ഷൻ ലൈറ്റ് വെയിറ്റ് വരുന്നത്. വെറൈറ്റീസ് കളക്ഷൻ മുമ്പത്തേക്കാളും വെറൈറ്റീസ് കളക്ഷൻസ് കുറേ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡിസൈൻസ് പക്ഷേ കണ്ട മുമ്പത്തെ ഡിസൈൻസ് വെറൈറ്റി ആണ്. ലൈറ്റ് വെയിറ്റ്, അതുപോലെ ബ്രൈഡൽ സെറ്റിന്റെ 7 bangles 10 പവനിലെ ആന്റിക്സിൽ 5, 6, 7 bangles എല്ലാം ആന്റിക്കിൽ വരുന്ന കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. അതെല്ലാം നിങ്ങൾ ഷെയർ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഒക്കെ സപ്പോർട്ട് ആവും. മുമ്പിൽ 25-30 പവൻ എടുത്തോണ്ട സാധനം. മേക്കിംഗ് ചാർജസ് നോർമൽ ഡിസൈൻസ് എല്ലാം ഞങ്ങൾ ഡയറക്റ്റ് പറഞ്ഞല്ല. ചില ജ്വല്ലറീസ് നിങ്ങൾ പറയും 50% ഓഫർ, 60% അങ്ങനെ പറഞ്ഞില്ല. മേക്കിംഗ് ചാർജ് ഡയറക്റ്റ് പറഞ്ഞാണ്. നിങ്ങൾ ടൈം വേസ്റ്റ്, ഞങ്ങൾ ടൈം വേസ്റ്റ്. എക്സാമ്പിൾ പറഞ്ഞത്
മേക്കിംഗ് ചാർജ് ബോംബെ കൽക്കട്ട ഡിസൈൻസിൽ 5% മേക്കിംഗ് ചാർജസ്, നോർമൽ ഡിസൈൻ 4%, ആന്റിക്സിൽ 5.5, 6, 7, 8%, 10%, 12%. അങ്ങനെ ആന്റിക്സ് 9 ടൈപ്സ് ആന്റിക്സ് ഉണ്ട്, പ്രീമിയം ആന്റിക്സ്. അപ്പോൾ മേക്കിംഗ് ചാർജസ് അങ്ങനെ വെറൈറ്റീസ് കളക്ഷൻസ് മേക്കിംഗ് ചാർജ് ഡിസൈൻസ് അനുസരിച്ച് മേക്കിംഗ് ചാർജ് വരും. വോളിയം ഓഫ് കസ്റ്റമർ ആണ്. ഒന്നാമത് ഗോൾഡ് റേറ്റ് ഹൈ ആയി, അതിന്റെ മേക്കിംഗ് ചാർജ് ഇപ്പോൾ 30,000, 10%, 3,000. എക്സാമ്പിൾ 30,000 5% പറഞ്ഞാൽ മേക്കിംഗ് ചാർജ് പോകുമ്പോൾ 30,000 ഗോൾഡ് റേറ്റ് ഉണ്ടാകുമ്പോൾ 5% മേക്കിംഗ് ചാർജ് 1,500 രൂപ, 5,500 റുപ്പീസ് വരുള്ളൂ. ഇപ്പോൾ 70,000 5% എത്രയായി? റേറ്റ് മാറിയില്ലേ? 1,500 ഉണ്ടായി 3,500 ആയി. ആ റേറ്റ് ഡിഫറൻസ് വേണം, നിങ്ങൾ തിങ്ക് ആക്കണം. അപ്പോൾ മേക്കിംഗ് ചാർജ് മാക്സിമം കസ്റ്റമറെ ചെയ്യുന്നതാണ്. സപ്പോർട്ട് ചെയ്യാം. പക്ഷേ നൈറ്റ് ലൈഫ് നിങ്ങൾക്കൊരു ഉപയോഗപ്പെടുത്തുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു വിചാരിക്കുന്നു മനസ്സിൽ. ഡിയർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇനും വീഡിയോസ് നോക്കിയിരുന്നത് മാത്രം പോരാ, ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല വ്യൂസ് ഉണ്ട്, 6.5 മില്യൺസ് ഉള്ള വ്യൂസ് ഉണ്ട്. പക്ഷെ ലൈക്സ് കുറവാണ്. എന്തോ ഒരേപോലെ വീഡിയോസ് ഇടുന്നുണ്ടായത് കണ്ടന്റ് ഒക്കെ മാറ്റി കൊടുക്കാൻ, ഡാൻസ് ആക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല ഇത് മാത്രമല്ല പറയാൻ പറ്റും, വേറെ പറ്റില്ലല്ലോ. എന്തേ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് അർത്ഥമായ കന്നഡ അറിയാമോ? ഇതല്ലല്ലോ കന്നഡ പോലെ വേണ്ട. വേറെ ഒന്നും പറയണ്ട ഡിയർ സിസ്റ്റേഴ്സ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഗോൾഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുന്നത് പറയാൻ പറ്റും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? പിന്നെ ഒരു കൂടുതൽ കളക്ഷൻസ് എമിറേറ്റ്സിൽ വരുന്നതാണ്. വെറൈറ്റി കുറെ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റാത്ത കോപ്പി ആണെന്നുണ്ടാകും, ഡിസൈൻസ് കോപ്പി ആണെന്നുണ്ടാകുന്നത്, എല്ലാ ജ്വല്ലറി ഒരേപോലെ ആണെന്നുണ്ടാകും. മാംഗ്ലൂർ ഷോപ്പുള്ളത് കങ്ങനാടി മൈത്രി ക്ലിനിക്കാണ്. ഇപ്പുറത്താണ് മായ ഹോട്ടലിൽ, മൈത്രി ക്ലിനിക്കിനെ പുറത്താണ്. ജസ്റ്റ് വിസിറ്റ് ചെയ്യാം. ബാംഗ്ലൂരിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, കർണാടക എസ്പെഷ്യലി കുന്താപുര, ബഡ്കൽ, ഷിമോഗ, ഹാസൻ, ബാംഗ്ലൂർ ഉള്ള ആള്. ഇപ്പോ ദാർലക്കട്ട, ഉളിപ്പൂ, എത്ര കുതിരവള്ളി, കല്ലടുക്ക, ബീച്ച് റോഡ്, പറങ്ങിപ്പേട്ട, ഇതെല്ലാം ഹോൾസെയിലായി ചെയ്തതാണ്. ഒരു 10 ഇയേഴ്സ് മുമ്പ്, 12 ഇയേഴ്സ് മുമ്പ് ഇതെല്ലാം ഈ ഏരിയയിലെ ഫുള്ളും ഹോൾസെയിൽ എല്ലാ ജ്വല്ലറി സപ്ലൈ ഒക്കെ ആൾക്കാരാണ്. പിന്നെ ഞാൻ ജ്വല്ലറി വന്നത് മുമ്പെല്ലാം ഈ ഏരിയയിൽ എക്സാമ്പിൾ ഒരു 10-12 ഇയേഴ്സ് മുമ്പ് ദാർലക്കട്ട പറഞ്ഞാൽ ചെറിയ ടൗൺ ആയിരുന്നു. ഒരു മനുഷ്യൻ ഉണ്ടായില്ല. തുക്കോട്ടൊന്ന് ബസ് കയറിയിട്ട് പോകും. എക്സാമ്പിൾ ബസ് കയറിയിട്ട് പോകുമ്പോൾ ഒരു ചെറിയ ടൗൺ ആയിരുന്നു. ഇപ്പോൾ കാസർഗോഡിനും കാട്ടി വലിയ ടൗൺ ആയിരുന്നു. ഭയങ്കര പബ്ലിസിറ്റി ആയി. എസ്പെഷ്യലി ദർലക്കട്ട ഭയങ്കര പബ്ലിസിറ്റി. ദർലക്കട്ട എന്താ അറിയുള്ളൂ, ഒരു 10-12 ഇയേഴ്സ് എന്തുണ്ടായിരുന്നു, ഒന്നും ഉണ്ടായില്ല. എത്ര ഷോപ്പിംഗ് ആയി, എത്ര നല്ല ക്രൗഡായി. അത് എക്സാമ്പിൾ ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടായിട്ടില്ല. മുടിപ്പൂ, കല്ലടുക്ക, ഉപ്പിനങ്ങാടി ഇത് പുത്തൂർ ഉപ്പിനങ്ങാടി ഷോർട്ട് കട്ട് വേണ്ടത്. പുത്തൂർ നല്ല ടൗൺ ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? അതുപോലെ കണ്ണൂർ, കാലിക്കറ്റ്, വയനാട്, എറണാകുളം, ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, എല്ലാ കസ്റ്റമേഴ്സും സ്പെഷ്യൽ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ ഗോൾഡ് റേറ്റ് മേക്കിംഗ് ചാർജ് കമ്പയർ ചെയ്യാം, ഡിസൈൻസ് കമ്പയർ ചെയ്യാം, മാക്സിമം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് തരാം. വോളിയം നിങ്ങൾ പോയിട്ട് അടുത്ത കസ്റ്റമേഴ്സിന് ഇൻഫോം ചെയ്യാം. വോളിയം കസ്റ്റമർ കിട്ടാൻ നോക്കാനാണ് ചാൻസസ് ഉള്ളത്. അപ്പൊ എന്തായാലും റേറ്റ് കൂടും, എന്തായാലും ഗോൾഡ് റേറ്റ് കൂടും. റേറ്റ് കുറയുന്ന ചോദിക്കണ്ട, ജസ്റ്റ് ഡൗൺ ആയി പിന്നെ മുകളിൽ അതിൽ വരും. എന്തായാലും 75,000-80,000 വരെ ഗോൾഡ് റേറ്റ് വരാനാണ് ചാൻസസ് ഉള്ളത്. പിന്നെ ഓൾറെഡി 4-5 മന്ത്സും വരും. ഈ 3-4 ഡേയ്സിൽ 1 വീക്കിനുള്ളിൽ 3,500 റുപ്പീസ് ഒരു പവനോട് ഡിഫറൻസ് വന്നു. നല്ല ഡിഫറൻസ് വന്നു. കുറെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. വേറെ ഒന്നും സംസാരിക്കാനല്ലോ സിസ്റ്റേഴ്സ്. ഹാവ് നൈസ് ഡേ. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.